കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശരിയാ, കൊല്ലേണ്ടത് അയാളെയാ, നിങ്ങളെയല്ല. എടാ അവിടെ നിൽക്കണ അവിടെ. എടാ എന്നോട് ക്ഷമിക്കൂ വല്യച്ഛ. എന്തായി കാണിക്കുന്നേ? എഴുന്നേക്ക്. ഞാൻ എഴുന്നേക്കില്ല വല്യച്ഛ. എന്റെ ഈ കണ്ണീര് കൊണ്ട് വലിച്ചന്റെ കാലെനിക്ക് കഴുകണം. അങ്ങനെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ഞാൻ ചെയ്തത് ഒരു ചെറിയ തെറ്റൊന്നുമല്ല. മുതിർന്ന ആളാണെന്ന് പോലും നോക്കാതെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ. എന്നോട് ക്ഷമിക്കും വല്യച്ഛ. നീ ആദ്യം അവിടെ നിന്ന് എഴുന്നേൽക്ക് വരണേ. എഴുന്നേക്ക്. വരണേ. നീ എന്താ ഈ കൊച്ചുകുട്ടികളെ പോലെ? ഞാനൊരു കൊച്ചുകുട്ടി തന്നെ. അത്രയ്ക്കുള്ള പക്വത എനിക്ക് ആയിട്ടുള്ളൂ. ബുദ്ധിയില്ലാതെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്. അനിയനെ പദവി ഏൽപ്പിക്കുമ്പോ അതിനെതിരായിട്ട് വായി തോന്നിയതൊക്കെ പറഞ്ഞത് എന്റെ തെറ്റല്ലേ. വല്യച്ഛൻ എന്നോട് ക്ഷമിക്കും. അരുത്. അച്ഛന്മാരോട് മക്കൾ ഒരിക്കലും മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ ശിക്ഷിക്കും. എന്നാൽ അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കുമ്പോൾ ഞങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. വരണേ. ദേവനായാലും നീ ആയാലും എനിക്ക് ഒരുപോലെ തന്നെ. നീ എൻ്റെ അനുജന്റെ മകനാ, പക്ഷെ എൻ്റെ മകനെ പോലെ തന്നെ. അതുകൊണ്ടല്ലേ നീ തെറ്റ് ചെയ്യുമ്പോൾ ദേഷ്യം വരുന്നത്. നീ നിന്റെ തെറ്റ് മനസ്സിലാക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എന്തായാലും ഇനി തൊട്ട് നീ ദേവന്റെ വലങ്കൈയായി അവന്റെ കൂടെ ഉണ്ടാവണം. മക്കൾ ഒരുമയോടെ കഴിയണമെന്ന് അച്ഛനമ്മമാർ ആഗ്രഹിക്കുക. അതിൽ കവിഞ്ഞ് മറ്റെന്ത് സന്തോഷമാണ് ഞങ്ങൾക്കുണ്ടാവുക? മനസ്സിലായല്ലോ? മനസ്സിലായി വല്യച്ഛ. എന്താണ് നിനക്ക് പറ്റിയേ? സീനാകെ മാറ്റി മറിച്ച് കളഞ്ഞല്ലോ നീ. അച്ഛന്റെ മോനിപ്പോ തെറ്റ് മനസ്സിലാക്കിയ ഒരു മനുഷ്യനായിരിക്കാം. കണ്ണു തള്ളേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ. അധികാരം കയ്യിൽ കിട്ടണമെങ്കിൽ നല്ല മനുഷ്യരാവണ്ടേ. അതുകൊണ്ടാ അച്ഛന്റെ മോനും നല്ലവനായി മാറിയത്. അധികാരങ്ങൾ കയ്യിൽ കിട്ടുന്നതുവരെ ഒരു നല്ല മനുഷ്യനായിരിക്കും ഞാൻ.
മര്യാദയ്ക്ക് ചോദിച്ചു നോക്കി, അപ്പം തന്നില്ല. അതുകൊണ്ടിനി മര്യാദരാമൻ കളിച്ചുകൊണ്ട് എല്ലാം ഞാൻ ഈ കയ്യിൽ ഒതുക്കും. എന്തൊക്കെയാടാ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയാ നിന്റെ ഉദ്ദേശം? പറയുന്നില്ല, പ്രവർത്തിച്ച് കാണിച്ചു തരാം ഞാൻ. വരണം വരണം. നമസ്കാരം. വരൂ. എന്റെ മരുമോന ദേവൻ വർമ്മ, കൊട്ടാരം വീട്ടിലെ ഇളയ മോന. നമസ്കാരം. നിങ്ങളിരിക്കെ. ദേവമോനെ നീയും ഇരിക്കെ. മോള് ചെല്ലെ, അവർക്കൊക്കെ കാപ്പി കൊടുക്ക. കടന്നില് കുത്തിയ പോലെ നിൽക്കാതെ ഇവിടെ ആരും ചത്തു മലന്നിട്ടില്ല. ചിരിക്കടി. ചെല്ലും മോളെ. മോൾ ആരോടും അങ്ങനെ പെട്ടെന്ന് മിണ്ടുന്ന പ്രകൃതം അല്ല. അതിനെന്താ, അങ്ങനെയുള്ള കുട്ടിയെ തന്നെ ഞങ്ങൾക്കും ഇഷ്ടം. ഇവനും അങ്ങനെ ആരോടും അത്ര മിണ്ടാറില്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഓഫീസിലോട്ടല്ലാതെ മറ്റെങ്ങോട്ടും പോകാറില്ല. പെൺകുട്ടികളോട് മിണ്ടുക പോലും ഇല്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ മോന്റെ പ്രകൃതം ഇതാ. കാപ്പി വാങ്ങിയിട്ട് മോളെ ശരിക്കൊന്ന് കാണാം.
ഇവൻ ഇനി എന്ത് കാണാനാ? രാത്രി മുഴുവനും കുട്ടിയുടെ ഫോട്ടോയിൽ നോക്കി കെട്ടിയാൽ ഈ കുട്ടിയെ മാത്രമേ കിട്ടൂന്ന് ഞങ്ങളോട് അപ്പൊ തന്നെ പറഞ്ഞതാ. ഞങ്ങൾ എല്ലാരും നേരം വെളുക്കാൻ കാത്തിരിക്കായിരുന്നെന്ന് പറഞ്ഞാ മതിയല്ലോ. ഫോട്ടോയിൽ കണ്ടതിനേക്കാളൊക്കെ മോളെ നേരിട്ട് കാണാനാ ഭംഗി. ഞങ്ങൾക്ക് ഈ കുട്ടിയെ ഒത്തിരി ഇഷ്ടായിട്ടോ. ഞങ്ങൾ ഈ ബന്ധത്തിന് ഓക്കെയാ. അമ്മ എന്താ മോനെ, കുട്ടിയോട് സംസാരിക്കണോ നിനക്ക്? മോൻ ഇതൊക്കെ അല്പം മടിയുള്ള കൂട്ടത്തിലാണേ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണായിരിക്കും. നിങ്ങക്ക് വിരോധം ഒന്നും ഇല്ലെങ്കില് ഇതൊക്കെ ഇപ്പോഴത്തെ ശീലങ്ങളല്ലേ. വൈദേഹി, മോനെയും കൂട്ടി മുറ്റത്തേക്ക് ചെല്ലും. മാധവ, പെണ്ണിനെ കാണിച്ചു തന്നെ വലിയ കാര്യമാ. ഇപ്പൊ അവന് സംസാരിക്കണോ അത്രേ? ശരിയോ? എനിക്കിതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല മച്ചാനെ. ഇവൻ എന്റെ ചേച്ചിയോട് മിണ്ടാൻ പാടില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. എന്നാ അവന്റെ കാര്യം നീ നോക്കിക്കാൻ വെച്ചു. നിന്റെ ചേച്ചിയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. വല്ല തോന്നിയാസം എഴുന്നള്ളിച്ച കൊന്നു കളയും ഞാൻ. ചെല്ലടി, ചെന്ന് സംസാരിച്ചിട്ട് വാ മോളെ. അയ്യോ അയ്യോ, സോറി ചേട്ടാ, എനിക്കറിയാതെ പറ്റിയതാ. ഏയ് അത് സാരമില്ല. താഴത്തോട്ട് നോക്കി നടന്നുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. വെള്ളം വേണോ? വെള്ളം പുറത്താ ഉള്ള, ദാ ഇവിടെ. എവിടെ? ഡേവിഡ് എന്താ ഇവിടെ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നീ ഇവിടെ എന്ത് തോന്നിയാസേ കാണിച്ചു കൂടുന്നത്? ദേവേട്ട ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. ദയവേദി ദേവേട്ടൻ പോയേ. ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി എനിക്ക് കിട്ടണം, എന്നിട്ട് ഞാൻ പോകും. ഇപ്പൊ അതൊക്കെ സംസാരിക്കാനുള്ള സമയമാണോ ദേവേട്ട? അച്ഛൻ പുറത്തുണ്ടെന്ന് അറിയാലോ. ദയവേദി ദേവേട്ടൻ ഇവിടെ നിന്ന് പോയി തരൂ. ഇനിയിപ്പൊ ആരുടെ കാര്യം എനിക്ക് പ്രശ്നമല്ല. എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ഈ കല്യാണത്തിന് നിനക്ക് താല്പര്യമില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഈ വേഷം കെട്ടുന്നത്? നിന്റെ മനസ്സ് മുഴുവൻ ഞാനാണെന്ന് എനിക്കറിയാം. എനിക്കങ്ങനെയൊന്നുമില്ല. ഇല്ലെന്ന് പറഞ്ഞാ പോരല്ലോ. പിന്നെന്തിനാ ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞത്? ശ്രേ, നിന്റെ ഭർത്താവ് എവിടെ? അവനെയും കാണുന്നില്ലല്ലോ. ഇവിടെ എവിടെങ്കിലും തന്നെ കാണും അച്ഛമ്മേ. ആ ചെറുക്കനുമായിട്ട് സംസാരിക്കാൻ പോയത് കൊണ്ട് വൈദേഹിയുടെ കൂടെ അവനുണ്ടാവില്ല. അവളുടെ കൂടെ ഇല്ലെങ്കിൽ ദേവൻ എവിടെയെങ്കിലും നിൽക്കട്ടെ. പുതിയ ഷർട്ടായിരുന്നു. ഇത് കഷ്ടം. നോക്ക്, ദേവേട്ടനെ ഒന്ന് പോയി തരണം. എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ആരാരെയെ വൈദേഹി ബുദ്ധിമുട്ടിക്കുന്നേ? മരണം വരെ കൂടെ ഉണ്ടാകുന്ന വിധത്തിൽ എന്റെ പേര് നിന്റെ ശരീരത്തിൽ കോറിയിട്ടു.
ജന്മം ഇനി കല്യാണം വേണ്ടാന്ന് നീ വാശിയും പിടിക്കുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? നിന്റെ മനസ്സ് മുഴുവൻ ഞാനാണെന്ന് എനിക്കറിയാം. എന്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ല. ഇതില് നാണക്കേടാവില്ല. അങ്ങനെ ആരും ഇല്ലെങ്കിൽ എന്തിനാ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെയും അച്ഛമ്മയുടെയും കാല് പിടിച്ച് നീ കരഞ്ഞത്? അതിരിക്കട്ടെ, അന്നേരം നിന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ. ആ കൂട്ടുമതി, കല്യാണം ഇനി വേണ്ടാന്നും പറഞ്ഞല്ലോ. എന്തായിരുന്നു അത്? മറുപടി പറ, എന്തായിരുന്നു അത്? നീ പറഞ്ഞേ മതിയാകൂ. ആ പറഞ്ഞ കൂട്ടെന്താ? നീ അത് പറയാതെ ഞാനിവിടുന്ന് അനങ്ങില്ല. ഇതാ ദേവേട്ട എന്റെ കൂട്ട്. ഇതാ ഞാൻ അച്ഛമ്മയെ കാണിച്ചത്. എനിക്ക് ശ്രീരാമന്റെ കൂട്ട് മാത്രം മതി, മറ്റൊരാളുടെയും കൂട്ട് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മതിയായല്ലോ, ഇനി ദേവേട്ടനൊന്ന് പോയി തരൂ. എന്നാ വേണ്ട, ഞാനിവിടുന്ന് പൊക്കോളാം. അതെ, ജ്യൂസിന്റെ കട പോയി ഏട്ടാ. കഴിഞ്ഞ കേട്ടാ. എന്നാ വാ, എല്ലാരും ഇവിടെ കുറെ നേരമായി ചേട്ടനെ അന്വേഷിക്കുന്നു. മിണ്ടാട്ടൊക്കെ കഴിഞ്ഞില്ലേ നിങ്ങടെ? വാ ചേട്ടാ.